ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. ഗലീലി ഈശോ വളർന്നതും പരസ്യജീവിതകാലം മുഴുവൻ ചിലവഴിച്ചതും ഗലീലി പ്രദേശത്താണ്. ജെറുസലേം ഒരു റിലീജിയസ് ഹബ്ബാണ്. കർത്താവ് തീർത്ഥാടക തിരുനാളുകൾക്ക് ജെറുസലേമിലേക്ക് കയറിയിരുന്നു. പിന്നെ കയറുന്നത് അന്ത്യനാളുകളിലാണ്. അതുവരെയും ജീവിച്ചത് ഗലീലിയിലാണ്. ഗലീൽ എന്ന് പറഞ്ഞ ഹെബ്രായ പദത്തിൻ്റെ അർത്ഥം വൃത്തം, പ്രദേശം എന്നൊക്കെയാണ്. ഗ്ലീൽ ഹഗോയ് എന്ന് പറഞ്ഞാൽ വിജാതീയരുടെ പ്രദേശം. ഇസ്രായേൽക്കാർക്ക് ഭൂപ്രദേശത്തെ മൂന്നായി തിരിച്ചപ്പോൾ ജൂദയ, സമരിയ, ഗലീലി എന്നിങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചത്. ഇതിൽ ഗലീലി താഴ്ന്ന ഗലീലിയും ഉയർന്ന ഗലീലിയുമായിട്ട് രണ്ടായിട്ട് തിരിക്കുന്നു. 12 ഗോത്രങ്ങളിൽ സാബുലോൺ, നഫ്തലി, ആഷേർ ഗോത്രങ്ങളുടെ ഭൂമി. ഗലീലി തടാകത്തിൻ്റെ വടക്കേ അറ്റം വരെ താഴ്ന്ന ഗലീലി ഏകദേശം 1850 അടിയോളം ഉയരമുള്ള മലനിരകളും താഴ്വാരങ്ങളും. അവിടെ നിന്ന് അങ്ങോട്ട് നഫ്തലിയുടെ പ്രദേശം ഉയർന്ന ഗലീലി 4000 അടിയോളം ഉയരമുള്ള മലനിരകളുണ്ട്. ഹെർമോൺ മല വരെ അത് തുടരുന്നു. അടിയിൽ എസ്ദ്രലോൺ താഴ്വര വരെ. ഈ അറ്റത്ത് ഗലീലി തടാകവും മറുവശത്ത് മധ്യധരണ്യാഴിയും. 65 കിലോമീറ്റർ നീളവും 25 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ഭൂപ്രദേശം. ഇസ്രായേലിലെ ഏറ്റവും ഫലപുഷ്ടമായിട്ടുള്ള ധാന്യങ്ങൾ വിളയുന്ന, ഫലങ്ങൾ വിളയുന്ന, ഒലിവും മാങ്ങയും പഴങ്ങളുമൊക്കെയുള്ള സുന്ദരമായിട്ടുള്ള ഭൂപ്രദേശം. ഇവിടെയാണ് ക്രിസ്തു ജീവിക്കുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ തിഗ്ലത്-പിലേസറിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽക്കാരെ കീഴടക്കി അസീറിയയിലേക്ക് കൊണ്ടുപോകുന്നതും വിജാതീയരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതും സങ്കര ഇനക്കാരായിട്ടുള്ള വിജാതീയ യഹൂദർ താമസിക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് ജൂദയായിലെ യഹൂദർ അവരെ പുച്ഛിച്ചുകൊണ്ട് വിജാതീയരുടെ ഗലീലി എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് ക്രിസ്തു വരുന്നത്. മരണത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞിരുന്നവർക്കാണ് ഉദയസൂര്യൻ ജനിക്കുന്നത്. പ്രവചനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് കർത്താവ് കടന്നു വരുന്നു. അവിടെ നതാനിയേൽ ചോദിക്കുന്നു, എന്തെങ്കിലും നന്മ വരുമോ? കാരണം ഇത് വിജാതീയരുടെ ഗലീലിയാണ്. ഈ ഗലീലി പ്രദേശത്താണ് നസറത്തും കഫാർണവും ബെത്സൈദായും കൊറാസീനും മാഗ്ദലയും നായിനും കാനായും യേശുവിൻ്റെ പരസ്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണുക ഈ ഗലീലി പ്രദേശത്താണ്. ഗലീലി കടൽ, അതിന് പല പേരുകളാണ്. കിന്നേരത്ത് തടാകം, കിന്നരത്തിൻ്റെ മാതൃകയുള്ളതുകൊണ്ട്. ഗനേസറത്ത് തടാകം ഗിന്നോസറിൻ്റെ തീരത്തായതുകൊണ്ട്. ഇവിടെയാണ് യേശുവിൻ്റെ കാലഘട്ടത്തിലുള്ള വഞ്ചി കണ്ടെത്തിയിട്ടുള്ളത്. തിബേരിയസ് തടാകം, തിബേരിയസ് കടൽ, തിബേരിയൂസ് സീസറിൻ്റെ നാമത്തിൽ തിബേരിയാസ് നഗരം പണിത ആ നഗരത്തിൻ്റെ അടുത്തുള്ള കടലായതുകൊണ്ട്. ശുദ്ധജല തടാകം, സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ താഴെ നിൽക്കുന്ന, അവിടെ നിന്നും 44 മീറ്ററോളം താഴ്ചയുള്ള ഹെർമോൺ മലയിൽ നിന്ന് തുടങ്ങുന്ന ആ വലിയ വിള്ളൽ ജോർദാൻ നദി ഇവിടെ ഗലീലി തടാകത്തിൽ വന്ന് തീരുന്നു. അവിടെ നിന്ന് വീണ്ടും ഒഴുകി ചാവുകടലിൽ ചെന്ന് അവസാനിക്കുന്നു. ഇതാണ് വാഗ്ദത്ത ഭൂമിയുടെ അതിർത്തിയായിട്ട് നിൽക്കുക. ഗലീലി പ്രദേശം കർത്താവിൻ്റെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ സിരാകേന്ദ്രമാണ്. കർത്താവ് പറഞ്ഞ 32 ഉപമകളിൽ 19 എണ്ണവും ഗലീലിയിലാണ്. ചെയ്ത അത്ഭുതങ്ങളിൽ 33-ൽ 25ഉം ഗലീലിയിലാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 12 പേരിൽ യൂദാസ് ഒഴികെ 11 പേരും ഗലീലിക്കാരാണ്. അവസാനം ഗലീലിയിൽ വന്നിട്ട് അവിടെ നിന്ന് തൻ്റെ പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരെ ക്ഷണിക്കുന്നതും. ഗലീലി എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ പ്രബോധനങ്ങളുടെ നാട്. ഗലീലി നമ്മളോട് പറയുന്നതും ക്രിസ്തു മാർഗത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിലേക്ക് വിശാലമായ മനസ്സോടുകൂടി കടന്നു വരുവാനുള്ള ക്ഷണമാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.